നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പകരച്ചുങ്കത്തിനുള്ള സമയപരിധി നീട്ടാൻ സാധ്യത. രാജ്യങ്ങളുമായുള്ള ചർച്ചയിലെ പുരോഗതി അനുസരിച്ചായിരിക്കും നടപടിയെന്ന് ട്രംപ്. സ്വകാര്യ ഉപഭോഗ വിഹിതം 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് ധനകാര്യ മന്ത്രാലയം. ഉപഭോഗം ശക്തമായ വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപകരുടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം. ജൂൺ മാസത്തിൽ മൊത്തം വിദേശ നിക്ഷേപം 8,915 കോടി രൂപയിലെത്തി. ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ മുന്നേറ്റമെന്ന് ധനകാര്യ മന്ത്രാലയം. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചിട്ടും തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോസിറ്റീവാണെന്നും റിപ്പോർട്ട്. കേരളത്തിന്റെ IT വികസനത്തിന് പുതിയ തുടക്കം. ലുലുവിന്റെ ഇരട്ട ടവർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഘട്ടത്തിൽ ലുലു ഗ്രൂപ്പ് 500 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. പകരച്ചുങ്കത്തിനുള്ള സമയപരിധി നീട്ടാൻ സാധ്യത. രാജ്യങ്ങളുമായുള്ള ചർച്ചയിലെ പുരോഗതി അനുസരിച്ചായിരിക്കും നടപടിയെന്ന് ട്രംപ്. പ്രതികാര താരിഫിന് അമേരിക്ക അനുവദിച്ച 90 ദിവസത്തെ താൽക്കാലിക സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകിയത്. ഇളവ് തുടരുന്നതിന്റെ മാനദണ്ഡം ആ രാജ്യവുമായുള്ള ചർച്ചയിലെ പുരോഗതിയായിരിക്കും. സമയപരിധി നീക്കാനും സാധിക്കും. ഇപ്പോൾ 26% നികുതി എല്ലാവരും നൽകുന്നുണ്ട്. അത് അഭിനന്ദനമർഹിക്കുന്ന കാര്യമാണെന്നുമാണ് വിഷയത്തിൽ ട്രംപ് പ്രതികരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം എല്ലാ രാജ്യങ്ങളുമായി കരാറിലേർപ്പെടാൻ താൽപര്യമില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പുരോഗതി കൈവച്ച രാജ്യങ്ങൾക്കായിരിക്കും മുന്നോട്ടേക്ക് സമയം നൽകിയെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അമേരിക്കയിലെ തൊഴിലാളി ദിനമായ സെപ്റ്റംബറോടെ ഏറെക്കുറെ രാജ്യങ്ങളുമായി കരാർ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത്. 18 പ്രധാന രാജ്യങ്ങളുമായി കരാർ ചർച്ച അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അതിൽ 12 പേരുമായി സെപ്റ്റംബറോടെ ധാരണയിലെത്തും. അതോടെ താരിഫ് ഇളവുകൾ അവസാനിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ ഉപഭോഗ വിഹിതം 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് ധനകാര്യ മന്ത്രാലയം. ഉപഭോഗം ശക്തമായ വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ സ്വകാര്യ ഉപഭോഗം ശക്തമായ വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ 2 ദശകങ്ങളിലെ രാജ്യത്തിന്റെ GDPയിലെ ഏറ്റവും ഉയർന്ന വിഹിതത്തിലെത്തിയതായി ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ പ്രതിമാസ റിപ്പോർട്ട് പറയുന്നു. GDPയിൽ സ്വകാര്യ ഉപഭോഗത്തിന്റെ വിഹിതം 2024 സാമ്പത്തിക വർഷത്തിലെ 60.2% നിന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ 61.4% വർദ്ധിച്ചതായി റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന നിലയാണിത്. ഇത് രാജ്യത്തുടനീളമുള്ള ഉപഭോഗ ഡിമാൻഡിൽ സുസ്ഥിരമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വളർച്ചയെ പ്രധാനമായും നയിച്ചത് ശക്തമായ സ്വകാര്യ ഉപഭോഗം, സ്ഥിരതയുള്ള നിക്ഷേപ പ്രവർത്തനം, കയറ്റുമതിയിലെ വർധനവ് എന്നിവയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ സ്വകാര്യ ഉപഭോഗ ചെലവ് 7.2% വേഗത്തിൽ വളർന്നുവെന്നും 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 5.6% മന്ത്രാലയം പറഞ്ഞു. ഗ്രാമീണ ഡിമാൻഡിലുണ്ടായ തിരിച്ചുവരവാണ് ഈ പുരോഗതിയെ പ്രധാനമായും പിന്തുണച്ചത്. ഉപഭോഗം, നിക്ഷേപം, കയറ്റുമതി എന്നിവയെല്ലാം നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ വളർച്ചാ ചാലകങ്ങളുടെ സന്തുലിത സ്വഭാവം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് എടുത്തുകാണിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപകരുടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം. ജൂൺ മാസത്തിൽ മൊത്തം വിദേശ നിക്ഷേപം 8,915 കോടി രൂപയിലെത്തി. ജൂൺ 23 മുതൽ ജൂൺ 27 വരെയുള്ള ആഴ്ചയിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ വിപണികളിൽ 13,101.54 കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തിയതായി നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ ശക്തമായ ആത്മവിശ്വാസമാണ് ഈ വരവ് പ്രതിഫലിപ്പിക്കുന്നത്. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രത്യേകിച്ച് തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയതായി ഡാറ്റ കാണിക്കുന്നു. ഇതോടെ ജൂൺ മാസത്തിൽ വിദേശ നിക്ഷേപകരുടെ മൊത്തം അറ്റ നിക്ഷേപം 8,915 കോടി രൂപയിലെത്തി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞതിനു ശേഷമാണ് വിദേശ നിക്ഷേപക പ്രവർത്തനങ്ങളിൽ ഈ വഴിത്തിരിവുണ്ടായത്. ശക്തമായ ആഭ്യന്തര അടിസ്ഥാന ഘടകങ്ങളും ഈ നിക്ഷേപ വളർച്ചയ്ക്ക് കാരണമായി. റിസർവ് ബാങ്ക് അടുത്തിടെ അതിന്റെ ഏറ്റവും പുതിയ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്കുകൾ 50 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. ഇത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണപ്പെരുപ്പം താഴ്ന്ന നിലയിലാണ്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ മുന്നേറ്റമെന്ന് ധനകാര്യ മന്ത്രാലയം. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചിട്ടും തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോസിറ്റീവാണെന്നും റിപ്പോർട്ട്.
നിയമനത്തിനും തൊഴിലിനുമുള്ള പ്രതീക്ഷകൾ ശക്തമാണെന്ന് ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പ് തയ്യാറാക്കിയ പ്രതിമാസ സാമ്പത്തിക അവലോകനം പറയുന്നു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2.8% തൊഴിൽ വളർച്ചയാണ് കണക്കാക്കുന്നത്. 47% തൊഴിലുടമകളും തൊഴിൽ ശക്തി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഇത് സ്ഥിരമായ തൊഴിൽ സൃഷ്ടിക്കുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. ഉൽപാദനക്ഷമതയിൽ നിന്ന് ഗുണനിലവാര വികാസത്തിലേക്കുള്ള നിയമനത്തിലെ മാറ്റത്തെയും റിപ്പോർട്ട് ഊന്നി പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ, ഓട്ടോമോട്ടീവ്, ഇ-കൊമേഴ്സ്, ടെക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളാണ് ഈ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 16 വർഷത്തിലധികം പരിചയമുള്ള മുതിർന്ന പ്രൊഫഷണലുകളുടെ ജോലികളിൽ 6% വർധനമുണ്ടായതായി നിരീക്ഷിക്കപ്പെട്ടു. ഇന്ത്യയിലെ നിർമ്മാണ സേവന മേഖലകളിലെ തൊഴിലവസരങ്ങൾ ഉയർന്നതായിരുന്നു. ഇത് നിർമ്മാണ സേവന മേഖലയിലെ ശക്തമായ നിയമന പ്രവണതയെ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ IT വികസനത്തിന് പുതിയ തുടക്കം. ലുലുവിന്റെ ഇരട്ട ടവർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇൻഫോ പാർക്കിന്റെ അടുത്ത ഘട്ടത്തിൽ ലുലു ഗ്രൂപ്പ് 500 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്മാർട്ട് സിറ്റി ക്യാമ്പസിലാണ് ലുലു ഗ്രൂപ്പിന്റെ IT ടിൻ ടവർ. കൊച്ചി ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ട വികസനത്തിൽ ലുലു ഗ്രൂപ്പ് 500 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 7500 പേർക്ക് ജോലി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ നിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് 2-ൽ 500 കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു IT ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറാകുന്നുണ്ട്. അതിൽ 3.5 ഏക്കർ സ്ഥലത്ത് 9.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. 7500 പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്ന്. നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് നാട്ടിൽ തന്നെ ജോലി എന്ന സ്വപ്നമാണ് IT ടവറിലൂടെ പൂർത്തിയാകുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം, അവിടെയൊക്കെ ഓൾഡ് പോപ്പുലേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്ഥലത്ത് ഇന്ത്യയിൽ 27 മുതൽ 32% വരെയും യങ് പോപ്പുലേഷനാണ്. അതും അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയും കഴിവുമുള്ള യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഇപ്പോൾ വിദേശത്തുള്ളവർ മടങ്ങിവരുന്ന വിപരീത കുടിയേറ്റമാണ് കാണുന്നതെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. GCC കോൺക്ലേവ് ഞങ്ങൾ AI കോൺക്ലേവിന് ശേഷം GCC കോൺക്ലേവ് കൊച്ചിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും നല്ല മുന്നേറ്റം ഉണ്ടാക്കും. ആ ഒരു ഡ്രാഫ്റ്റ് ഓൺ GCC ഫ്രെയിംവർക്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി. GCC പോളിസി വരുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം 10 ഏക്കറിൽ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. അതിനെ സഹായിക്കുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി കേരളത്തിന്റെ ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ പ്രധാന കേന്ദ്രമായി ഈ മനോഹരമായ ടിൻ ടവർ മാറട്ടെ. 1500 കോടി രൂപയുടെ മുതൽ മുടക്കിൽ 30 വീതം നിലകളുള്ള 2 ടവറുകളാണ് സ്മാർട്ട് സിറ്റിയിൽ തുടങ്ങിയത്. അന്തർദേശീയ നിലവാരത്തിലുള്ള സമുച്ചയത്തിൽ നിലവിൽ 4 കമ്പനികൾ ഉടനെ പ്രവർത്തനം തുടങ്ങും. മൈഫിൻ ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കൊളംബോ ഡോക്യാർഡിനെ ഏറ്റെടുത്തു. 452 കോടി രൂപയ്ക്കാണ് മെസഗൺ ഡോക്കിന്റെ ആദ്യ അന്താരാഷ്ട്ര ഏറ്റെടുക്കൽ. അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ കമ്പനി എന്ന പേരിലേക്ക് മാറാനുള്ള നീക്കമാണ് മസഗൺ ഡോക്കിൽ നിന്നുണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ ആദ്യ അന്താരാഷ്ട്ര ഏറ്റെടുക്കലാണിത്. അന്താരാഷ്ട്ര തലത്തിൽ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനാണ് നീക്കമെന്നും ഡയറക്ടർ ബോർഡും വ്യക്തമാക്കി. പുതിയ ഏറ്റെടുക്കൽ 6 മാസത്തിനകം പൂർത്തിയാക്കും. കപ്പൽ അറ്റകുറ്റപ്പണി, കപ്പൽ നിർമ്മാണ മേഖലയിൽ സജീവ സാന്നിധ്യമാവുക എന്നിവയാണ് ലക്ഷ്യമെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കൊളംബോ ഡോക്യാർഡ് കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഇതിന്റെ ഓഹരിയിലും ഏറ്റെടുക്കലിലൂടെ മസഗോൺ ഡോക്കിന് ഗണ്യമായ പങ്ക് ലഭിക്കും. ഇതോടെ കപ്പൽ നിർമ്മാണത്തിൽ ദക്ഷിണേഷ്യയിലെ സുപ്രധാന പങ്കാളിയായി മസഗോൺ ഡോക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാപ്റ്റൻ ജഗ്മോഹൻ പറഞ്ഞു. കൊളംബോ ഡോക്യാർഡ് ജപ്പാൻ, നോർവേ, ഫ്രാൻസ്, UAE തുടങ്ങി നിരവധി രാജ്യങ്ങൾക്ക് ഓഫ്ഷോർ സപ്പോർട്ട് വെസലുകൾ, കേബിൾ ലേയിംഗ് കപ്പലുകൾ, ടാങ്കറുകൾ, പെട്രോളിംഗ് ബോട്ടുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 8,930 രൂപയായി കുറഞ്ഞു. പവന് 71,440 രൂപയിലും എത്തി. രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില ഇത്രയും താഴുന്നത്. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വിലയിടിഞ്ഞു. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 7,325 രൂപയിലെത്തി. വെള്ളിവിലയും 1 രൂപയുടെ കുറവുണ്ടായി. ഗ്രാമിന് 115 രൂപ നിരക്കിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. പകരച്ചുങ്കത്തിനുള്ള സമയപരിധി നീട്ടാൻ സാധ്യത. രാജ്യങ്ങളുമായുള്ള ചർച്ചയിലെ പുരോഗതി അനുസരിച്ചായിരിക്കും നടപടിയെന്ന് ട്രംപ്. സ്വകാര്യ ഉപഭോഗ വിഹിതം 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് ധനകാര്യ മന്ത്രാലയം. ഉപഭോഗം ശക്തമായ വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരികളിൽ വിദേശ നിക്ഷേപകരുടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം. ജൂൺ മാസത്തിൽ മൊത്തം വിദേശ നിക്ഷേപം 8,915 കോടി രൂപയിലെത്തി. ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ മുന്നേറ്റമെന്ന് ധനകാര്യ മന്ത്രാലയം. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചിട്ടും തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോസിറ്റീവാണെന്ന് റിപ്പോർട്ട്. കേരളത്തിന്റെ IT വികസനത്തിന് പുതിയ തുടക്കം. ലുലുവിന്റെ ഇരട്ട ടവർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഘട്ടത്തിൽ ലുലു ഗ്രൂപ്പ് 500 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.